ഒരു വാഹനത്തിൽ റോഡ് ടെസ്റ്റ് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ 4 വീലും എയർ ഉണ്ടോ നോക്കണം. അതായത് വാക്ക് അറൗണ്ട് 4 വീൽ എയർ ഉണ്ടോ നോക്കണം. പക്ഷെ നമ്മൾ കോമണായിട്ട് വണ്ടിയിൽ കയറണം. അതിൽ കയറി ഇരുന്നതും നമ്മൾ D++M ഫോളോ ചെയ്യുക. D++M പറഞ്ഞാൽ ഡോർ അടഞ്ഞോ നോക്കുക. ആദ്യം ഡോർ അടഞ്ഞോ നോക്കുക. സീറ്റ് നമ്മുടെ പൊസിഷൻ കറക്റ്റായി നോക്കുക. സീറ്റ് അതിന്റെ സ്റ്റിയറിംഗ് ഇതുപോലെ കൈ വെച്ചിട്ട് സ്റ്റിയറിംഗ് കറക്റ്റാണ് നോക്കുക. അതിനുശേഷം സീറ്റ് ബെൽറ്റ് പതുക്കെ ഇടുക. സീറ്റ് ബെൽറ്റ് ഇടുക. പിന്നീട് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഉണ്ടോ, ഈ മിറർ കറക്റ്റായിട്ട് 3 അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബ്രേക്കും ക്ലച്ചും ചവിട്ടി ന്യൂട്രലാക്കി ഈ കീ സ്വിച്ച് ഓൺ ചെയ്ത് ഉടനടി സ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്ത് ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഈ തമ്പ് യൂസ് ചെയ്ത് ലെഫ്റ്റ് അങ്ങോട്ട് തള്ളി പതുക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ഇവിടെ ഇപ്പോൾ സാറ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിച്ചോ മറ്റോ പതുക്കെ ഇട്ട് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ആക്കിയാൽ തേർഡ് ഗിയറിൽ പോയി വീഴും. അതിനുശേഷം പതുക്കെ നമ്മൾ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ടൈമിൽ തന്നെ ലൈറ്റ് ആൻഡ് ആക്സിലേഷൻ വിടുക. ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. 3 മിററും നോക്കുക. കൈ കാണിക്കുക. പതുക്കെ മുന്നോട്ടേക്ക് എടുക്കുക. റൈറ്റ് ഹാൻഡ് സിഗ്നൽ കാണിക്കുക. പതുക്കെ മുന്നോട്ടേക്ക് എടുക്കുക. അതിനുശേഷം ന്യൂട്രലാക്കി ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് താഴേക്കാക്കുക. അപ്പോൾ സെക്കൻഡ് ഗിയർ വേണം. ക്ലച്ച് ചോട്ടാൻ മറക്കരുത്. ആ ക്ലച്ച് ചോട്ടുമ്പോൾ ആക്സിലേഷൻ കാലെടുക്കണം. ഇനി ഹാൻഡ് സിഗ്നൽ ഇതുണ്ടല്ലോ, നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെക്ക് ചെയ്യും. റോഡിന്റെ ഇടതുവശം കീപ്പ് ചെയ്ത് ഓടിക്കണം. കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രലാക്കി ഫ്രണ്ടിലേക്ക് പതുക്കെ തേർഡ് ഗിയർ. അങ്ങനെ തേർഡ് ഗിയർ ഇട്ടു. അപ്പൊ നമ്മളൊരു വാഹനത്തിൽ ആദ്യം കയറുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ റണ്ണിങ്ങുള്ള കാര്യങ്ങളാണ്. റോഡിന്റെ ഇടതുവശം കീപ്പ് ചെയ്ത് ഓടിക്കണം. പെട്ടെന്ന് സാറ് ആ റോഡിൽ സിഗ്നൽസോ മറ്റെന്തെങ്കിലും ചോദിച്ചാൽ അത് പറയണം. റൈറ്റിലേക്കൊക്കെ മറ്റു വരികയാണെങ്കിൽ മിറർ വാച്ച് ചെയ്യണം. മനസ്സിലായോ? മിറർ വാച്ച് ചെയ്യണം. എങ്ങനെ പതുക്കെ കുറച്ചു ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് 4th ഗിയർ സെലക്ട് ചെയ്യും. ആ 4th ഗിയർ സെലക്ട് ചെയ്ത് കാല് താഴെ വെക്കണം. പലരും ക്ലച്ചിന് മുകളിൽ തന്നെ കാല് വെച്ച് ഓടിക്കും. ഒരു തെറ്റാണ്. ഇടത് കാല് താഴെ വെക്കണം. ആക്സിലേഷൻ കൊടുക്കണം. 2 കൈയും സ്റ്റിയറിംഗിൽ 9 to 15, അതായത് ക്ലോക്കിലെ ഡയലിന്റെ 9:15 ആ ലെവലിൽ പിടിക്കുക. അല്ലെങ്കിൽ 10:10 വാച്ചിന്റെ 10:10 ലെവലിൽ ഇങ്ങനെ പിടിക്കുക. അങ്ങനെ ഏകദേശം 4ാമത്തെ ഗിയറിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഓടിക്കും. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു. പിന്നെ സാർ ഏതെങ്കിലും ഭാഗത്ത് വാഹനം നിർത്താൻ പറയും. പലരും നിർത്താമെന്ന് കേട്ടതും നടു റോഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് നിർത്തരുത്. 1, 2 ആദ്യം ക്ലച്ച് പ്രസ് ചെയ്യരുത്. കാരണം ക്ലോക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. നമ്മൾ 3 കാര്യം ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുക. 1 ബ്രേക്കിൽ കാര്യം വയ്ക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. മിറർ നോക്കുക. ആ മിറർ നോക്കുന്നതും ഇൻഡിക്കേറ്റർ ഇടുന്നു. മിറർ നോക്കിയ ശേഷമാണ് ഇൻഡിക്കേറ്റർ ഇടാൻ. തേർഡ് ഗിയർ ഇട്ടു. പതുക്കെ സെക്കൻഡ് ഗിയർ ഇട്ടു. നമുക്ക് ലീഗലായിട്ട് നിർത്താൻ പറ്റുന്ന സ്ഥലമാണോ നോക്കുക. കറക്റ്റായിട്ട് ഒതുക്കി സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കിയ ശേഷം പതുക്കെ ക്ലച്ച് ബ്രേക്ക് അമർത്തുക. അതുവരെ ബ്രേക്കിൽ ജസ്റ്റ് കാല് വെച്ചാൽ മതി. എന്നശേഷം ന്യൂട്രലാക്കണം. പിന്നെ അതല്ല കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പതുക്കെ മുന്നോട്ട് എടുക്കുക. ഈ എടുത്ത് കഴിഞ്ഞ് ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യും. സംഭവിച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ ഈ മിറർ നോക്കി ഈ ഇടത് കൈ കൊണ്ടാണ് ഡോർ തുറക്കേണ്ടത് കേട്ടോ. ഡോർ ഹാൻഡിൽ പിടിക്കേണ്ട ഇടത് കൈ കൊണ്ട് തുറന്ന് പതുക്കെ മിറർ നോക്കി ഡോർ തുറന്നെടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഹൈവേയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നല്ലേ, ഏതെങ്കിലും വണ്ടി വന്ന് ഇടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അത്തരത്തിൽ സീറ്റ് ബെൽറ്റ് അയച്ച് പതുക്കെ ഇറക്കിയാൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം.